ഇനി നമുക്ക് പറയാനുള്ളത് ഹൈപ്പർ ഓസ്മോട്ടിക് ഡ്രഗ്സ് ആണ്. ഹൈപ്പർ ഓസ്മോട്ടിക് ഡ്രഗ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് IV മാനിറ്റോൾ എന്ന് പറയുന്ന മരുന്നാണ്. ഈ മരുന്ന് ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി വർദ്ധിപ്പിക്കും. ബ്ലഡിന്റെ ഓസ്മോളാലിറ്റി വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? വാട്ടർ ഈസ് ഡ്രോൺ. ഇവിടെയുള്ള ബ്ലഡ് വെസലിലേക്ക് വെള്ളം ഇവിടെ നിന്ന് ഞാൻ വരച്ചത് ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ്. സോ വിട്രിയൽ ഫ്ലൂയിഡ് ആണ്. വിട്രിയൽ ഫ്ലൂയിഡിൽ നിന്ന് വെള്ളമാണ് വലിച്ചെടുക്കുക. സോ വിട്രിയൽ പ്രഷർ കുറയും. സോ ഇവിടെ അല്ല കുറക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. വിട്രിയസ് ഹ്യൂമറിൽ നിന്നാണ് വിഡ്രോ ചെയ്യുക. സോ ഉപയോഗിക്കുന്നത് 20% മാനിറ്റോൾ ആണ്. ഒരു 1 to 2 grams per kilogram. 1 to 2 grams per kilogram. ഒരു 20 മിനിറ്റ് കൊണ്ടാണ് സാറിന് കൊടുക്കുക. 15 to 30 മിനിറ്റ് കൊണ്ട് ഫലം കിട്ടും. ഒരു 6 മണിക്കൂർ നേരം ഫലം ഉണ്ടാവും. സോ ഉപയോഗിക്കുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ, സർജറിക്ക് മുമ്പ്, കണ്ണിന്റെ ഗ്ലൂക്കോമ സർജറിക്കൊക്കെ മുമ്പാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ അടുത്ത മരുന്ന് നമ്മുടെ കണ്ണിൽ കരയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലിസറോൾ ആണ്. 50% ഗ്ലിസറോൾ ആണ്. സിറപ്പായിട്ട് കൊടുക്കും. 1 gram per kilogram ആണ് കൊടുക്കുക. ഇതിന്റെ പ്രശ്നം ഛർദിൽ ഉണ്ടാക്കും. ഭയങ്കര ഛർദിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആൾക്കാരിൽ ഗ്ലിസറോൾ ഒഴിവാക്കണം. ദെൻ ഐസോസോർബൈഡ് എന്ന് പറയുന്ന മരുന്നുകൾ കേട്ടിട്ടുണ്ടാകും. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്. 45% കൊടുക്കാറുണ്ട്. ഇനി നമുക്കൊരു പുതിയ ഗ്രൂപ്പ് മരുന്ന് കൂടി കാണാം. ഒരു ഗ്രൂപ്പ് മരുന്ന് നമ്മൾ ഓൾറെഡി കണ്ടു, പ്രോസ്റ്റഗ്ലാൻഡിൻ F2 ആൽഫയിൽ കണ്ടു. അടുത്തത് റോക്കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നാണ്. നമ്മൾ അഞ്ചേനയിൽ ഡിസ്കസ് ചെയ്ത ഒരു മരുന്നാണ് ഫാസുഡിൽ. ഫാസുഡിലിന്റെ ഒരു അനലോഗാണ് റിപ്പാസുഡിൽ എന്ന് പറയുന്നത്. റിപ്പാസുഡിൽ, റോക്കൈനേസ് ഇൻഹിബിറ്റർ. സോ അടുത്ത മരുന്ന് ഇതാണ്, ഇന്ത്യയിലുള്ളതെന്ന് തോന്നുന്നു, നെട്രാസുഡിൽ. ഇത് FDA അപ്രൂവ്ഡ് അല്ല. ചൈനയിലോ അവിടെ ജപ്പാനിലൊക്കെയാണ് ഉപയോഗിക്കുക. റിപ്പാസുഡിൽ. നെട്രാസുഡിൽ ഇന്ത്യയിലും FDA അപ്രൂവ്ഡ് ആണ്. 0.02% ആയിട്ട് ദിവസം ഒരു നേരം ഒഴിച്ചാൽ മതി. മരുന്നുകൾ വാസോ ഡയലേഷൻ ഉണ്ടാക്കുക. വാസോ ഡയലേഷൻ ഉണ്ടാക്കുന്ന മരുന്നാണ്. ദെൻ ഇറ്റ് ക്യാൻ ഡിക്രീസ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യാം. ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ വർദ്ധിപ്പിക്കുക. നോർമൽ ട്രെബിക്കുലാർ ഔട്ട്ഫ്ലോ ഈ വഴി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്ന മരുന്നാണ്. സോ 2 കാര്യത്തിൽ ഉപയോഗിക്കാം. ഒന്ന് ഗ്ലൂക്കോമയിൽ ഉപയോഗിക്കാം. രണ്ടാമത്തത് ഓക്കുലാർ ഹൈപ്പർ ടെൻഷനിലും നമുക്ക് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വോർട്ടെക്സ് കെരോപ്പതിയാണ്. വോർട്ടെക്സ് കെരാറ്റോപ്പതി ഓർ കോർണിയൽ വെർട്ടിസിലേറ്റ. നമ്മൾ അമിയോഡാരോൺ ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് സംഭവം. സോ ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടാണ് എനിക്ക് ഗ്ലൂക്കോമയിൽ പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.